ഞാനിന്ന് അമ്മൂട്ടിയുടെ സ്കൂളിൽ ഫൺഫെയർ ആണ്, അവിടെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. സ്കൂളിലെത്തി. ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ് ഗേറ്റ് ആണിത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മൂൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ട്രാംപോളിനിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്, ചാടി കളിക്കുകയാണ് എല്ലാവരും കൂടെ. ഇതിന് ഒരു കുട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് അവർ മേടിക്കുന്നത്. അപ്പുറത്ത് ഹോഴ്സ് റൈഡിങ് നടക്കുകയാണ്. കുറേ കുട്ടികൾ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഹോഴ്സ് റൈഡിങ്ങിൽ കയറാനും 20 രൂപയാണ് ഇവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാംപോളിൻ ഇപ്പുറത്ത് ബോയ്സിന് വേറെ ഉണ്ട്, അവിടെയും കുട്ടികൾ കളിക്കുന്നുണ്ട്. ഈ ട്രാംപോളിനിൽ കയറാനും 20 രൂപയാണ് അവർ മേടിക്കുന്നത് ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ആണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് കുട്ടികൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മൂൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 16 ഇരിക്കുന്നത്. അപ്പം ഞാൻ ഡാൻസൊക്കെ കണ്ട് വന്നപ്പോഴേക്ക് അമ്മു ഹോഴ്സ് റൈഡിങ്ങിൻ്റെ അമ്മൂൻ്റെ ടീം വന്ന് അമ്മു ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടി കയറി. പോകുന്നത് കുതിര മെല്ലെ മെല്ലെയാണ് പോയത്, പക്ഷെ അത് തിരിച്ചു വരുമ്പോൾ നല്ല സ്പീഡിലായിരുന്നു തിരിച്ചു വന്നത്. ഹോഴ്സ് റൈഡിങ്ങിന് ഓരോ കുട്ടിക്ക് 20 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് എടുക്കുന്നത്. എല്ലാ വർഷവും ഈ ഫൺഫെയർ വെട്ട സ്കൂളിൽ വരാറുണ്ട്. ഈ ഹോഴ്സ് റൈഡിങ്ങും എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. കണ്ടോ, ഓടി ഓടി വരിക കുട്ടി. അങ്ങനെ അമ്മു ഇറങ്ങി രണ്ടാമത് ഡൽജിത്ത് കയറുകയാണ്. ഈ ഡൽജിത്ത് എന്ന് പറഞ്ഞ കുട്ടി അമ്മുവിൻ്റെ ഫ്രണ്ടാണ്. അത് പഞ്ചാബി കുട്ടിയാണ് കേട്ടോ. ഡൽജിത്തിൻ്റെ ഹോഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽജിത്തിൻ്റെത് പോകുന്നത് സ്പീഡിലായിരുന്നു. പിന്നെ അപ്പുറത്ത് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ 3rd സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കുട്ടികൾ ഇപ്പുറത്ത് ഡാൻസ് നടക്കുന്നുണ്ട്, അപ്പുറത്ത് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഗെയിംസ് നടക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നടക്കുന്നത് ഗെയിംസാണ്. അത് 20 രൂപയാണ്. അതിങ്ങനെ കുറേ ഗ്ലാസ് ഇങ്ങനെ നിരത്തി വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് ബോൾ എറിഞ്ഞ് തൂക്കുക. ആദ്യമൊക്കെ ഇതിന് ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. ഇപ്രാവശ്യം ഗിഫ്റ്റൊന്നുമില്ല. 20 രൂപ കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിക്കുക, ഇതിങ്ങനെ ചെറിയ ഗ്ലാസ്സിൽ തട്ടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തൊക്കെ ഫുഡ് ഫെസ്റ്റിവലാണ് നടക്കുന്നത്. അവിടെ ഒത്തിരി ഇതുണ്ട്. കപ്പ് കേക്ക്സ് ഉണ്ട്, ലാബേരി ഉണ്ട്, പിന്നെ ഡോണറ്റ്സ് ഉണ്ട്, പിന്നെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, പാനിപ്പൂരി ഉണ്ടായിരുന്നു, പിസ്സ, മൊണാക്കോ പിസ്സ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫുഡ് ഫെസ്റ്റിവലുണ്ട് അവിടെ നടക്കുന്നത്. ഞാൻ ആദ്യം ഡോണറ്റ്സ് ട്രൈ ചെയ്ത് പിന്നെ ഞാൻ ഒരു ചായയും സേവും മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ. ഇത് ഞാനവിടെ ചായക്ക് 10 രൂപയാണ് അവിടെ മേടിച്ചത്. പിന്നെ സേവും 10 രൂപ. ഇത് രണ്ടും ഞാൻ മേടിച്ച്. ഞാൻ വരുന്നതിൻ്റെ മുന്നേ അമ്മൂട്ടി കുറേ ഫുഡൊക്കെ, മൊണാക്കോ പിസ്സ, സാൻഡ്വിച്ച്, കേക്ക്, അതൊക്കെ അമ്മൂട്ടി ട്രൈ ചെയ്തായിരുന്നു. ഞാനതൊന്നും ട്രൈ ചെയ്തില്ല. ഞാനാകെ ചായ മാത്രം കുടിച്ചു. ഇപ്പോഴത്തെ ഗെയിംസാണ്. ഇതും 20 രൂപയാണ് ഗെയിംസിന്. ഇതൊക്കെ കുട്ടികളുടെ ഗെയിംസാണ്. ഇതിങ്ങനെ കറക്റ്റാക്കി വെച്ച് വെക്കും. അതാണ് ഇതിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ അമ്മു മിക്കി മൗസിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ വാട്ടർ ബോട്ടിലിൽ വെള്ളം തീർന്നപ്പോൾ വെള്ളം എടുക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ ഡാൻസിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോയി. അവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക കുട്ടികളുടെ.
ഡാൻസിനുണ്ടായിരുന്നു. ഡൽജിത്തിൻ്റെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളത് കണ്ട്. ഡൽജിത്ത് നല്ലപോലെ ഡാൻസ് കളിക്കും കേട്ടോ. എല്ലാ ഫംഗ്ഷനിലും ഡൽജിത്ത് ഡാൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ ഉണ്ട്. അമ്മു ഡാൻസിൽ പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോണറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഡോണറ്റ്സ് ഞങ്ങൾ ആദ്യം ചെന്നായിരുന്നു, പക്ഷെ അപ്പം ഞങ്ങൾക്ക് കിട്ടിയില്ല, അത് തീർന്നു പോയി. പിന്നെ രണ്ടാമത് അത് ഓർഡർ ഞാൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെ രണ്ടാമത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങൾക്കത് കിട്ടിയത്. അമ്മ അതിൻ്റെ മുന്നേ കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ അവൾ അതൊന്നും മേടിച്ച് കഴിച്ച്. അപ്പുറത്ത് ഗർബ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ ഒരു ഡാൻസാണ് ഗർബ. ഇവിടെ ഏത് ഫെസ്റ്റിവൽ വന്നാലും നവരാത്രിയുടെ സമയത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇവിടെ ഗുജറാത്തികൾ ഈ ഗർബ കളിക്കാറുണ്ട്. പിന്നെ അമ്മൂൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ടീച്ചേഴ്സും പേരൻസും എല്ലാവരും ഗർബ ചെയ്യുന്നുണ്ട്. ഞാൻ അതും നോക്കി കുറേ നേരം ഇരുന്നു. അങ്ങനെ ഫൺഫെയർ ഏകദേശം തീരാറൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് പിന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. അമ്മൂനെ ഞാനിന്ന് വരുമ്പോൾ വാനിൽ വിട്ടിട്ടില്ല. ഞങ്ങൾ രണ്ടാളും കൂടെ റിക്ഷയിൽ വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സ്കൂളിലേക്ക് പോയത് അവൾ വാനിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ റിക്ഷ വിളിച്ച് അതിലങ്ങ് പോരാമെന്ന് വിചാരിച്ച്. അമ്മു ഫൺഫെയർ തീർന്നതിൻ്റെ സങ്കടത്തിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ട് ഒരു സ്കൂളിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടുന്ന് സ്കൂളിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോക്കാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോക്കാരൻ വന്ന് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ.